യാത്ര ഇഷ്ടപ്പെടുന്നവരെല്ലാം പോകാൻ താല്പര്യപ്പെടുന്ന ഒരു പ്രധാന ഹിൽ സ്റ്റേഷനാണ് തമിഴ്നാട്ടിലെ മേഘമല. വേനൽക്കാലത്തെ മേഘമലയുടെ ദൃശ്യങ്ങൾ കാണാൻ നമ്മളും ഒരു യാത്ര നടത്തുകയാണ്. ഈ യാത്രയിൽ നമ്മോടൊപ്പം 4 കൂട്ടുകാരും പങ്കുചേരുന്നുണ്ട്. കമ്പം, ചിന്നമന്നൂർ, തെൻപളനി വഴിയാണ് നമ്മുടെ റൂട്ട്. വേനലിൽ കരിഞ്ഞുണങ്ങിക്കിടക്കുന്ന ഹൈവേസ് ഡാമിന്റെയും മണലാറിന്റെയും ഒക്കെ കാഴ്ചകളിലേക്കാണ് നാം പോകുന്നത്. തെൻപളനിയിൽ നിന്നാണ് ഇത്തവണ നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. തെൻപളനിക്ക് സമീപം വെള്ളയമ്മാൾപുരം വരെയുള്ള യാത്രയുടെ വിശേഷങ്ങൾ ഈ ചാനലിലെ കാമാച്ചിപുരത്തെ സുന്ദരികൾ എന്ന യാത്രയിൽ ചേർത്തിട്ടുണ്ട്. ആ കാണുന്ന മല കയറി വേണം മേഘമലയ്ക്ക് പോകാൻ. മലകയറ്റം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായി ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ പേരും വണ്ടി നമ്പരും ഒക്കെ നൽകി ടോക്കൺ എടുക്കണം. വാഹനത്തിൽ കർശന പരിശോധനയുണ്ട്. പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല. നമ്മൾ കയറ്റം ആരംഭിക്കുകയാണ്. 18 ഹെയർപിൻ ബെൻഡുകൾ കയറി വേണം മുകളിലെത്താൻ. റോഡും നല്ല സൂപ്പറാണ്. നമ്മുടെ ചാനലിൽ ചേർത്തിട്ടുള്ള കാമാച്ചിപുരം കാറ്റാടിപ്പാടത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും കാഴ്ചകളാണ് താഴെ കാണുന്നത്. വഴിയിലുടനീളം ആനപ്പിണ്ടം കാണാം. എന്നാൽ പകൽ സമയങ്ങളിൽ പൊതുവെ സുരക്ഷിതമാണ് യാത്ര. പോകുന്ന വഴിയിലൊക്കെ പലയിടത്തും നല്ല വ്യൂ പോയിന്റുകളുണ്ട്. ആനയും മറ്റു വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും ഒക്കെയുള്ള വനപ്രദേശമാണ് റോഡിന് ഇരുവശവും. അതുകൊണ്ട് തന്നെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5 മണി വരെയേ സന്ദർശകരുടെ വാഹനങ്ങൾ ഇതിനുള്ളിൽ അനുവദിക്കുകയുള്ളൂ. വനപ്രദേശം പിന്നിട്ടതോടെ തേയിലത്തോട്ടങ്ങളും തൊഴിലാളികളുടെ ലയങ്ങളുമൊക്കെ കണ്ടു തുടങ്ങി. തോട്ടത്തിൽ നിന്നെടുത്ത തേയിലക്കൊളുന്താണ് റോഡരികിൽ ആ പച്ച പ്ലാസ്റ്റിക് ചാക്കുകളിൽ നിറച്ചു വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് മനോഹരമായ കാഴ്ചകളാണ്. 2-3 പള്ളികളും സ്കൂളും പോസ്റ്റ് ഓഫീസും ലയങ്ങളുമൊക്കെയായി ചെറിയൊരു ജംഗ്ഷനാണ് മേഘമല. തേയിലക്കുന്നുകൾക്ക് നടുവിലായി ചെറിയൊരു ഗ്രാമം. കുറെ കൂടി മുമ്പോട്ട് പോകുമ്പോൾ ഹൈവേസ് ഡാം കാണാം. ഇപ്പോൾ റിസർവോയർ വരണ്ടു കിടക്കുകയാണ്. എന്നാൽ ഇതിന്റെ താഴ്വാരത്തുള്ള ജലാശയം നിറഞ്ഞു വെള്ളമാണ്. മേഘമല യാത്രയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണിത്. ഡാമിന് സമീപത്തായി കാണുന്ന പേച്ചിയമ്മാൾ ഹോട്ടലാണ് ഇവിടെ ആകെയുള്ള ഭക്ഷണശാല. പിന്നീട് നമ്മൾ മണലാർ എന്ന സ്ഥലത്തേക്കാണ് എത്തുന്നത്. ഈ മണലാർ തടാകവും വറ്റി വരണ്ടിരിക്കുന്നു. ചെറിയൊരു നീരൊഴുക്ക് മാത്രമുണ്ട്. വെള്ളമിറങ്ങിയപ്പോൾ തടാകത്തിനുള്ളിലെ റോഡുകളും പാലവും ഒക്കെ തെളിഞ്ഞു വന്നു. ഇത് വളരെ വിശാലമായ തടാകമാണ്. ഇതിൽ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ ഈ കാഴ്ച ഒന്നാകെ മാറും. മണലാർ ക്രോസ് ചെയ്ത് ഒരു പാലമുണ്ട്. ബ്രിട്ടീഷ് പാലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന് സമീപത്തായി ചില കടകളും ചെറിയൊരു ക്യാൻറ്റീനും ഒക്കെയുണ്ട്. പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ മണലാറിന്റെ ഇരുഭാഗത്തേക്കുമുള്ള കാഴ്ചകളാണിത്. മണലാർ ഗ്രാമവും പിന്നിട്ട് നമ്മൾ മേഘമലയുടെ ലാസ്റ്റ് പോയിന്റായ മഹാരാജാമെട്ടിലേക്കാണ് പോകുന്നത്. മെയിൻ റോഡിൽ നിന്ന് 250 മീറ്ററോളം മുകളിലേക്ക് കയറണം മേഘമല ടോപ്പ് വ്യൂ പോയിന്റിൽ എത്താൻ. ഇതിന് ഇവിടെ ഒരാൾക്ക് 30 രൂപ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റൊക്കെ എടുത്ത് മുകളിലെത്തിയാൽ ഇവിടെ സന്ദർശകർക്കായി ആകെപ്പാടെ ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനം ഈ ഒരു സിമന്റ് ബെഞ്ചാണ്. ആൾക്കാരൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. തമിഴ്നാടൻ സമതലത്തിന്റെ അതിവിശാലമായ ദൃശ്യമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. താഴ്വാരത്തെ മൂടൽമഞ്ഞ് കാഴ്ചകളെ അല്പമൊക്കെ ഒന്ന് മറയ്ക്കുന്നുണ്ട്. ഗൂഢല്ലൂരും കമ്പവും ഒക്കെയാണ് ദൂരെ കാണുന്നത്.
ഇനി മഹാരാജാമെട്ടിലേക്ക് കയറുകയാണ്. നമ്മുടെ ചങ്ങാതിമാരൊക്കെ കയറി വരുന്നുണ്ട്. വെയിലുണ്ടെങ്കിലും നല്ല സുഖകരമായ കാലാവസ്ഥ. സമുദ്രനിരപ്പിൽ നിന്ന് 1500 മീറ്ററിലധികം ഉയരത്തിലാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഈ കുന്നിൻ മുകളിൽ നിന്ന് ആകാശമാർഗം ഏകദേശം 10-12 കിലോമീറ്ററിനപ്പുറം തേക്കടി തടാകം ദൃശ്യമാണ്. ഈ മലയുടെ താഴ്വാരങ്ങളിലാണ് സുരുളിയും കോടിലിംഗവുമൊക്കെ. കുമളി, ചെല്ലാർകോവിൽ, കമ്പംമെട്ട്, രാമക്കൽമേട് എന്നിങ്ങനെ കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളും ഇവിടെ നിന്നാൽ ദൂരെ കാണാം. ഇനി നമുക്ക് കുന്നിന്റെ മറുവശത്തേക്കൊന്ന് പോകാം. പരുന്തുംപാറയെയും പാഞ്ചാലിമേടിനെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. താഴെ ഒരു പവർ ഹൗസിലേക്ക് പോകുന്ന ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് കാണാം. ഇവിടെ ഒരാൾ താഴെയുള്ളത് മുഴുവൻ സൂം ചെയ്ത് പിടിക്കുകയാണ്. ഇവിടെ ഒരു വയർലെസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ദൂരെ ആ കാണുന്നത് മംഗളാദേവി കുന്നുകളാണ്. മംഗളാദേവി ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാൽ തേക്കടി ജലാശയത്തിന്റെ ഭാഗങ്ങൾ കാണാം. മൂടൽമഞ്ഞ് മൂലം വീഡിയോയിൽ അത് വ്യക്തമാവുന്നില്ല. നമ്മുടെ ചങ്ങാതിമാർ മലയിറക്കം ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത ഒരു യാത്രയുടെ ഡിസ്കഷനുമായി തിരികെ ചിന്നമന്നൂരിലേക്ക്.